എന്നാണ് നമ്മൾ കുണ്ടന്നൂർ ഭാഗം ആംബുലൻസ് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വൈറ്റില ഭാഗത്ത് വലിയ ബ്ലോക്ക് ഉണ്ടാകണം. നമ്മൾ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഈ സമയത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് KL07 DF 3177 എന്ന ആംബുലൻസിന് വഴിയൊരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വൈറ്റില പ്രധാനമായും പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും ഒക്കെ അവധിയായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ നിരത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിന് ഒരു തരത്തിലുമുള്ള മാർഗ്ഗതടസ്സമില്ലാതെ മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് വൈറ്റില മേഖലയിൽ എവിടെയെങ്കിലും മാർഗ്ഗതടസ്സം ഉണ്ടാകുന്ന ഘട്ടമുണ്ടായാൽ അവിടെ ഇടപെട്ട മാർഗ്ഗതടസ്സം ഒഴിവാക്കി ആംബുലൻസിന് അതിവേഗം കുതിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കേണ്ടതാണ്. ആ ആംബുലൻസിലുള്ളത് 5 കുഞ്ഞുങ്ങൾക്കുള്ള പുതുജീവൻ ഉള്ള അവയവങ്ങളാണ്. അത് നൽകുന്നത് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ അവയവങ്ങളാണ് ആ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അവയവദാനത്തിൽ പുതുചരിത്രം രചിക്കുകയാണ് നമ്മുടെ നാട്. ഈ നാടിന് ഏറ്റവും മാതൃകാപരമായ തീരുമാനം എടുത്തിരിക്കുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ ആലിൻ്റെ മാതാപിതാക്കളാണ്. കുഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് നഷ്ടപ്പെടുമ്പോഴും ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്ത് മറ്റ് 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകണം എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. എന്ന തീരുമാനത്തിലൂടെ അവർ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന 10 മാസം മാത്രം പ്രായമായപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞ ആലിൻ ഷെറിൻ എബ്രഹാം. അതുകൊണ്ട് ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്ന ആംബുലൻസിന് ഒരിടത്തും ഒരു തരത്തിലുമുള്ള മാർഗ്ഗതടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഉണ്ടാകരുത്. അതിന് വഴിയൊരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വിഷ്ണു ഇപ്പോഴും കുണ്ടന്നൂർ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റൂട്ട് ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ, കോട്ടയം അങ്ങനെ തിരുവനന്തപുരത്താണ്. ആദ്യം എത്തുക കിംസ് ആശുപത്രിയിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നു. കരൾ ആണ് കിംസ് ആശുപത്രിയിൽ നൽകാൻ പോകുന്നത്. അത് ആദ്യം കിംസിലേക്ക് എത്തുന്നു, അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൃദയവാൾവ് ശ്രീചിത്ര ആശുപത്രിയിൽ കൊടുക്കുന്നു. മാത്രമല്ല 2 വൃക്കകൾ നൽകാൻ പോകുന്നത് തിരുവനന്തപുരം SATയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിലാണ്. അങ്ങനെ 5 കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ അവർക്ക് പുതുജീവൻ നൽകുന്ന തരത്തിലുള്ള അവയവദാനമാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സാധ്യമാകണമെങ്കിൽ അതിവേഗം ഈ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തണം. സാധാരണ നിലയിൽ 5.5 മണിക്കൂർ ദൈർഘ്യമുണ്ട് തിരുവനന്തപുരം വരെ നമുക്ക് ഈ റോഡ് മാർഗമുള്ള യാത്രയ്ക്ക്. അത് 3-3.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനുള്ള ശ്രമമായിരിക്കും ആംബുലൻസ് നടത്തുക. അതുകൊണ്ട് ഒരിടത്തും മാർഗ്ഗതടസ്സങ്ങളില്ലാതെ ആംബുലൻസിന് വഴിയൊരുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. തൃപ്പൂണിത്തുറ പിന്നിട്ട് കാഞ്ഞിരമറ്റത്തേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ ആംബുലൻസ്. നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് KL07 DF 3177 KL07 DF 3177 എന്ന നമ്പർ പ്ലേറ്റുള്ള ആംബുലൻസ് കാണുമ്പോൾ ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാകാതെ പെട്ടെന്ന് വഴി ഒരുക്കി കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിവേഗം ആംബുലൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരട്ടെ, ആ ദൗത്യം പൂർത്തിയാകട്ടെ. ആദ്യം എത്താൻ പോകുന്നത് കിംസ് ആശുപത്രിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കരളാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഒരു ദാതാവിന് നൽകാൻ പോകുന്നത്. അതിനുശേഷം ഹൃദയവാൾവ് ശ്രീചിത്രയിൽ 2 വൃക്കകൾ തിരുവനന്തപുരം SATയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിലേക്കും കൈമാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.